ഇതിലേക്ക് എങ്ങനെയാണ് സ്റ്റിക്കറുകൾ ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റിക്കറുകൾ നിർമ്മിക്കുന്നത്, ഈ രണ്ട് വിഷയമാണ് ഈ വീഡിയോ ഭാഗത്ത് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ആദ്യം വാട്സപ്പ് ഒന്ന് ഓപ്പൺ ആക്കാം. വാട്സപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. കോൺടാക്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ താഴെ നമുക്ക് ഒരു ഇമോജി ഐക്കൺ കാണാം, അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇമോജി, ജിഫ്, അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റിക്കറിൻ്റെ മറ്റു ഒരു ഓപ്ഷനും കൂടെ കാണാം. ഇപ്പോൾ കാര്യമായിട്ട് ഇതിൽ സ്റ്റിക്കേഴ്സുകളൊന്നുമില്ല. ഇമോജി സെലക്ട് ചെയ്താൽ സാധാരണ നമുക്കറിയാവുന്ന ഇമോജികളൊക്കെ ഇവിടെ ലഭ്യമാകും. ജിഫ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ധാരാളം ജിഫ് ഫയലുകൾ നമുക്ക് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാൻ സാധിക്കും. കൂടാതെ വാട്സപ്പിൻ്റെ സ്റ്റിക്കറുകളൊക്കെ അയക്കാനുള്ള ഒരു സ്റ്റിക്കർ ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ സ്റ്റിക്കറുകളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇതുപോലെ ഒരു ബ്ലാങ്ക് ഒരു ഓപ്ഷൻ ആയിരിക്കും കാണുക. ഇതിൽ നമുക്ക് ഗെറ്റ് സ്റ്റിക്കേഴ്സ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റിക്കറിൻ്റെ വിവിധ ഓപ്ഷനുകൾ കാണിക്കും. അല്ലെങ്കിൽ മുകളിൽ വലതുവശത്തായിട്ടൊരു പ്ലസ് ബട്ടൺ കാണാം, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻസ് കാണിക്കും. ഇതിൽ ആനിമേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കറുകളും ലഭ്യമാണ്, അല്ലാത്തവയും ലഭ്യമാണ്. തൽക്കാലം നമുക്ക് ഒരു സ്റ്റിക്കർ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാനായിട്ട് നാം ഉദ്ദേശിക്കുന്ന സ്റ്റിക്കറിൻ്റെ വലതുവശത്തായിട്ട് ഒരു ഡൗൺലോഡ് ബട്ടൺ കാണാം, അത് സെലക്ട് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ ആ ഒരു സ്റ്റിക്കേഴ്സിൻ്റെ MBയും കൂടെ കാണാനാവും. സേവ് ചെയ്യുന്ന സ്റ്റിക്കേഴ്സിനും നാം ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യുന്ന സ്റ്റിക്കേഴ്സിനുമൊക്കെ നമുക്ക് MB നഷ്ടപ്പെടും എന്ന കാര്യം എല്ലാവരും ഓർക്കുക. ഇതുപോലെ സ്റ്റിക്കറുകൾ ഡൗൺലോഡായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടിക്ക് മാർക്ക് കാണും. ആവശ്യമുള്ള സ്റ്റിക്കേഴ്സുകളൊക്കെ ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡായി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ടിക്ക് മാർക്കുകൾ കാണിക്കും. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. വീണ്ടും നാം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് നാം സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റിക്കറുകൾ നമുക്ക് കാണിച്ചു തരും. നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്കറുകളൊക്കെ ഇതിലൂടെ കൂട്ടുകാർക്ക് സെൻഡ് ചെയ്യാം. ഇങ്ങനെ ആനിമേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കറുകളൊക്കെ വാട്സപ്പിനകത്ത് തന്നെ നമുക്ക് ലഭ്യമാകും. ഇനി നമുക്ക് എങ്ങനെ ഒരു സ്റ്റിക്കർ നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയാം. അതിനായി സ്റ്റിക്കർ ഫ്രം ഗാലറി എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആവശ്യമാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ലിങ്ക് ഫോളോ ചെയ്ത് പ്ലേ സ്റ്റോറിൽ നിന്ന് സൗജന്യമായി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ആക്കിയാൽ നമുക്ക് പെർമിഷൻ ചോദിക്കും. അവകൾക്ക് അലോ ബട്ടൺ സെലക്ട് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ മലയാളം ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എഡിറ്ററിൻ്റെ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അത് കൃത്യമായി അറിയുന്നവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ വളരെ എളുപ്പവുമാണ്. ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ മെയിൻ, ലവ്, ഫ്രണ്ട്ഷിപ്പ്, ഇമോട്ടിക്കോൺസ് തുടങ്ങിയുള്ള കാറ്റഗറികൾ കാണും. ഇതിലൊക്കെ ഇൻബിൽട്ടായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സുമുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് ആഡ് ടു വാട്സപ്പ് എന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ വാട്സപ്പുകൾ ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ കാറ്റഗറികൾക്ക് താഴെയായി ലവ്, ക്രിയേറ്റ് സ്റ്റിക്കേഴ്സ് ഫ്രം ഗാലറി എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ കാണിക്കും. അതായത് നാം സ്റ്റിക്കർ ഏത് കാറ്റഗറികളിൽ നിന്നാണോ നാം എടുക്കുന്നത് അതിൻ്റെ നെയിമാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു ലെറ്ററിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പെൻ സിമ്പിൾ കാണാം, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പേര് മാറ്റി കൊടുക്കാം. ഇഷ്ടമുള്ള പേര് നൽകാം. ശേഷം അപ്ഡേറ്റ് എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ പെൻ സിമ്പിൾ സെലക്ട് ചെയ്താൽ വീണ്ടും നമുക്ക് നിലവിലുള്ള പേര് റീനെയിം ചെയ്യാം. ശേഷം അപ്ഡേറ്റ് നൽകുക. ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്ത് അയക്കുന്ന ആ ഒരു സ്റ്റിക്കേഴ്സിന് കിട്ടുന്ന കൂട്ടുകാരൻ ഓപ്പൺ ആക്കിയാൽ ഈ പേര് അവർക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ പേരും ഇതിലൂടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇൻബിൽട്ടായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സുകൾ ഇവിടെ കാണാം. അത് ആഡ് ടു വാട്സപ്പ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വാട്സപ്പ് സെലക്ട് ചെയ്താൽ മതി. വാട്സപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റിക്കേഴ്സുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യണോ എന്ന് ചോദിക്കും. നമുക്ക് ആഡ് ബട്ടൺ സെലക്ട് ചെയ്യാം. തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. ആവശ്യമെങ്കിൽ നിങ്ങൾക്കത് ചെയ്തു നോക്കാം. ഇവിടെ ക്രിയേറ്റ് ന്യൂ സ്റ്റിക്കർ എന്ന് കാണാം, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എഡിറ്ററിൽ കണ്ടതുപോലെയുള്ള ഒരു ചെറിയ ഇൻ്റർഫേസ് കാണാം. നമുക്ക് ആഡ് ടെക്സ്റ്റ് എന്ന ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എന്നത് സെലക്ട് ചെയ്യണം. ഇവിടെ അറബിക്, ബംഗാളി, ഹിന്ദി, കന്നഡ, മലയാളം, റുസിയൻ, തമിഴ്, തെലുങ്ക് തുടങ്ങിയുള്ള ഭാഷകൾ കാണാം. ഞാനിവിടെ ഒരു ഇംഗ്ലീഷ് സ്റ്റിക്കറാണ് നിർമ്മിക്കുന്നത്, അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. ശേഷം ഡൺ ബട്ടൺ സെലക്ട് ചെയ്യുക. ഡിഫോൾട്ടായിട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് എഡിറ്റിങ്ങിൻ്റെ ആ ഒരു പേജിലേക്ക് എത്തും. നമുക്ക് അതിൽ എഡിറ്റുകൾ വരുത്തണമെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്ഷൻസ് മെനുവിൽ നിന്ന് ചേഞ്ച് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ടെക്സ്റ്റിനെ എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫോണ്ട് മാറ്റാൻ ഓപ്ഷൻസ് മെനുവിൽ ഫോണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം. കളർ മാറ്റണമെങ്കിലും ഇതുപോലെ കളർ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കളറും മാറ്റാം. അതുപോലെ ഷാഡോ ആവശ്യമെങ്കിൽ ആവശ്യമായ ഷാഡോകൾ നൽകാം. ഞാൻ വൈറ്റ് തന്നെ സെലക്ട് ചെയ്ത് ഓക്കെ നൽകുന്നു. ഇനി അതിന് സ്ട്രോക്ക് നൽകണമെങ്കിലും നമുക്ക് സ്ട്രോക്ക് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഫ്ലോ നമുക്ക് ആവശ്യമെങ്കിൽ ആ ഒരു ടെക്സ്റ്റിനെ ആവശ്യാനുസരണം വളക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ അതിൻ്റെ ലെറ്റർ സ്പേസ്, ലൈൻ സ്പേസ് തുടങ്ങിയുള്ള ഓപ്ഷൻസുകളൊക്കെ ലഭ്യമാണ്. ആവശ്യമെങ്കിൽ അതൊക്കെ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഓപ്ഷൻസ് മെനുവിലെ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും ഇതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യമെങ്കിൽ ഇവകളൊക്കെ ചെയ്തു നോക്കുക. തൽക്കാലം ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കുകയാണ്. നാം ആഡ് ചെയ്ത ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്കൊരു ബോർഡർ നൽകണമെങ്കിൽ ബോർഡർ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ബോർഡറും നൽകാനാകും. അതുപോലെ തന്നെ ബോർഡറിന് മനോഹരമായ ഒരു കളറും നൽകാനാകും. അതുപോലെ തന്നെ അതിനെ ഷേപ്പ് ചെയ്യണമെങ്കിൽ ഷേപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഷേപ്പുകളൊക്കെ വരുത്താനാകും. ഇത്തരം കാര്യങ്ങളൊക്കെ മലയാളം ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എഡിറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആവശ്യക്കാർക്ക് മൊബൈൽ ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ അവകളൊക്കെ വിശദമായി പ്രതിപാദിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കണ്ടു നോക്കുക. തൽക്കാലം ഞാൻ അതിൻ്റെ ബോർഡർ ഒഴിവാക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു ടെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യും. ആഡ് ടെക്സ്റ്റിന് തൊട്ടടുത്തായി ആഡ് ഇമേജ് കാണാം. നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ആഡ് സ്റ്റിക്കേഴ്സ് എന്ന് കാണാം. നാം ഏതെങ്കിലും ഒരു സ്റ്റിക്കറുകൾ നമ്മുടെ വാട്സപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്കറുകളൊക്കെ ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ആവശ്യമെങ്കിൽ അത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ അവകളൊക്കെ ചെയ്യാം എന്ന് മാത്രം. അതുപോലെ തന്നെ ആഡ് ഇമോട്ടിക്കോൺ എന്ന് കാണാം. അത് ഓപ്പണാക്കി ആവശ്യമുള്ള സ്റ്റിക്കറുകളും ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലിപ്പ് ആർട്ടൊക്കെ മുമ്പ് വിശദീകരിച്ചതാണ്. എങ്കിൽ കൂടി ക്ലിപ്പ് ആർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള ക്ലിപ്പ് ആർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു ക്ലിപ്പ് ആർട്ടാണോ നമുക്ക് ആവശ്യമെങ്കിൽ തൊട്ടടുത്തുള്ള ഡൗൺലോഡ് ബട്ടൺ സെലക്ട് ചെയ്യുക. അതിൻ്റെ MBയും കാണാനാകും. ഡൗൺലോഡ് ബട്ടൺ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിന് നെറ്റ് ആവശ്യമാണ്. നമുക്ക് ആവശ്യമായ ക്ലിപ്പ് ആർട്ട് ഒന്ന് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ബട്ടൺ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ക്ലിപ്പ് ആർട്ടിൽ നിന്ന് ഒരു ആർട്ട് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇഷ്ടമുള്ള ഒരു ആർട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ എഡിറ്റ് വിൻഡോയിലേക്ക് കൊണ്ടുവരാം. ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് അവകളൊക്കെ നിർമ്മിച്ചെടുക്കാം. ശേഷം സേവ് ബട്ടൺ സെലക്ട് ചെയ്യുക. ഇതുപോലെ സേവ് സ്റ്റിക്കർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അവിടെ സേവ് ബട്ടൺ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നാം നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റിക്കർ നാം മെയിൻ എന്ന ഒരു കാറ്റഗറി സെലക്ട് ചെയ്തിരുന്നു. അതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ക്രിയേറ്റ് ന്യൂ സ്റ്റിക്കർ എന്ന ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് വിവിധ തരത്തിലുള്ള സ്റ്റിക്കേഴ്സുകളൊക്കെ നമുക്ക് നിർമ്മിക്കാനാവും. നിർമ്മിച്ചു കഴിഞ്ഞാൽ നാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാം ഏതൊരു കാറ്റഗറിയിലാണോ ക്രിയേറ്റ് ചെയ്തത് ആ ഒരു കാറ്റഗറിയിലായിരിക്കും ആ ഒരു സ്റ്റിക്കർ വന്നിരിക്കുക. അപ്പോൾ നാം ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ ഹലോ എന്നുള്ള ഒരു സ്റ്റിക്കർ നിർമ്മിച്ചു. ഇനി താഴെ ആഡ് ടു വാട്സപ്പ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വാട്സപ്പുകൾ ഉണ്ടെങ്കിൽ അവകൾ കാണിക്കും. ഏതെങ്കിലും ഒരു വാട്സപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അതിൽ ആഡ് ബട്ടൺ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ള എല്ലാ സ്റ്റിക്കേഴ്സും വാട്സപ്പിൻ്റെ സ്റ്റിക്കേഴ്സ് ഫോൾഡറിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. വാട്സപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതുപോലെ മുകളിൽ നാം നിർമ്മിച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ കാണാം. അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാം ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റിക്കേഴ്സും ഇവിടെ കാണാവുന്നതാണ്. ഇവകളൊക്കെ ആവശ്യമില്ല എങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ നിർമ്മിച്ചിരിക്കുന്ന ഹലോ എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ ഉണ്ട്. അതിലൊന്ന് ടച്ച് ചെയ്യുക. ഇപ്പോൾ ആ ഒരു സ്റ്റിക്കർ കൂട്ടുകാർക്ക് സെൻഡായി. നമുക്ക് ആ സ്റ്റിക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്റ്റിക്കർ ഓപ്പൺ ആക്കുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത ആ ഒരു വ്യക്തിയുടെ പേര് കാണാനാവും. നേരത്തെ നാം പേര് എഡിറ്റ് ചെയ്ത് ചേർത്ത ആ ഒരു പേര് നമുക്ക് കാണാൻ സാധിക്കും. മൊബൈൽ ടിപ്സ് സിദ്ദീഖ് എന്ന് കാണാം. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് നൽകിക്കൊണ്ട് തന്നെ രസകരമായ സ്റ്റിക്കേഴ്സുകളൊക്കെ നിർമ്മിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇത്തരം സ്റ്റിക്കേഴ്സുകൾ ആവശ്യമില്ല എങ്കിൽ സ്റ്റിക്കേഴ്സ് ഭാഗത്തിന് തൊട്ടടുത്ത് ഒരു പ്ലസ് ബട്ടൺ കാണാം. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആൾ സ്റ്റിക്കേഴ്സ് അതുപോലെ തന്നെ മൈ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ് 2 ടാബുകൾ കാണാം. അതായത് നാം വാട്സപ്പിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന ആ സ്റ്റിക്കേഴ്സുകളൊക്കെ മൈ സ്റ്റിക്കേഴ്സ് എന്ന ഭാഗത്ത് കാണാനാകും. പുതുതായി നമുക്ക് സ്റ്റിക്കറുകൾ ആഡ് ചെയ്യണം. ആപ്ലിക്കേഷൻ്റെ സഹായങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വാട്സപ്പിനകത്ത് ധാരാളം സ്റ്റിക്കേഴ്സ് ലഭ്യമാണ്. കൂടാതെ ഏറ്റവും താഴെ കാണുന്ന ഗെറ്റ് മോർ സ്റ്റിക്കേഴ്സ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ധാരാളം സ്റ്റിക്കേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനാവും. തൽക്കാലം വാട്സപ്പിനകത്ത് തന്നെ ധാരാളം ആനിമേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സുകളും ആനിമേറ്റഡ് അല്ലാത്തതും നമുക്ക് ലഭ്യമാണ്. നാം ആഡ് ചെയ്തിരിക്കുന്ന സ്റ്റിക്കേഴ്സുകളൊക്കെ മൈ സ്റ്റിക്കേഴ്സ് എന്ന ഭാഗത്ത് കാണാനാവും. നമുക്ക് സ്റ്റിക്കേഴ്സുകൾ ആവശ്യമില്ല എങ്കിൽ ഓരോ സ്റ്റിക്കേഴ്സിൻ്റെയും തൊട്ടടുത്ത് തന്നെ നമുക്ക് ഡിലീറ്റ് ബട്ടൺ കാണാം. അത് സെലക്ട് ചെയ്തുകൊണ്ട് ആ സ്റ്റിക്കേഴ്സുകൾ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സിൻ്റെ ഏറ്റവും വലതുവശത്തായിട്ട് കാണുന്ന ലൈന് ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് ആവശ്യാനുസരണം ഡ്രാഗ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ സ്റ്റിക്കേഴ്സുകൾ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നാം തയ്യാറാക്കിയത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ മൊബൈൽ ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻ്റായി അറിയിക്കുക. നിർത്തുന്നു. നന്ദി.